Did you know that 90% of English learners struggle with fluency? Not because they don't know enough words, but because they are afraid to make mistakes. What if I told you that fluency is not about perfection, it's about progress? Welcome to Think in English, where we turn your fear into confidence and your hesitation into fluency. Today I'm sharing 5 practical and tactical solutions to help you speak English fluently. Let's get started. നമുക്കറിയാം ഇംഗ്ലീഷ് പഠിക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലേ? ബട്ട് ഇംഗ്ലീഷ് പഠിക്കുന്നവരിൽ ഒരു 90% പേർക്കും ഫ്ലുവൻ്റ് ആകാൻ കഴിയുന്നില്ല. അതിൻ്റെ കാരണം വൊക്കാബുലറി ഇല്ല എന്നുള്ളത് മാത്രമല്ല, അല്ലെങ്കിൽ എനിക്ക് വാക്കുകൾ ഒരുപാട് അറിയില്ല അത് മാത്രമല്ല. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് തെറ്റാണോ എന്നുള്ള പേടി കൊണ്ട്, നമ്മുടെ ഒരു ഉള്ളിലുള്ള ഹെസിറ്റേഷൻ കൊണ്ടോ ആകാം അല്ലേ? അപ്പോൾ ഈ ഫ്ലുവൻസി എന്ന് പറയുന്നത് എന്തല്ല, നമ്മൾ പറയുന്നതെല്ലാം പെർഫെക്റ്റ് ആകണമെന്നുള്ളതല്ല. അതൊരു പ്രോഗ്രസ്സാണ്, പ്രോഗ്രസീവ്ലി സംഭവിക്കുന്ന കാര്യമാണ്. അപ്പം എങ്ങനെയാണ് നമുക്ക് ഫ്ലുവൻ്റ് ആകാൻ പറ്റുക, അതിനെന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ. സോ വെൽക്കം ടു തിങ്ക് ഇൻ ഇംഗ്ലീഷ്. ഫസ്റ്റ്, ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഫ്ലുവൻസി റിയലി മീൻസ്. ഈ ഫ്ലുവൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. Fluency is not about using big complicated words. It's about expressing your thoughts clearly and confidently. Okay, so നമ്മൾ പറയുന്ന കാര്യങ്ങൾ വലിയ കടിച്ചാൽ പൊട്ടാത്ത വാക്കുകൾ യൂസ് ചെയ്ത് പറയാന്നുള്ളതല്ല, എത്ര ആത്മവിശ്വാസത്തോടെ എത്ര കോൺഫിഡൻസോടെ നമ്മുടെ തോട്ട്സ് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് എന്ത് നമ്മുടെ ഫ്ലുവൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഹിയർ വി ആർ ഡിസ്കസിങ് 5 പ്രാക്ടിക്കൽ and tactical solutions to improve your fluency. So the first strategy is think in English. See, നമ്മളെപ്പോഴും മലയാളത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ മദർ ടങ് ഏതാണോ ആ മദർ ടങ്ങിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ചിന്തിച്ച കാര്യങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. So that is the biggest mistake learners make, is translating from their native language. Instead, start thinking directly in English. അപ്പോൾ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, ഇംഗ്ലീഷിൽ തന്നെ ചിന്തിക്കാൻ ശ്രമിക്കുക. ഞാനിത് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ചോദിച്ചു, ഈ ഇംഗ്ലീഷിൽ ചിന്തിക്കുക എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ അറ്റ് എ കോഫി ഷോപ്പ്, തിങ്ക് ഐ വോണ്ട് എ കപ്പ് ഓഫ് ടീ ഇൻസ്റ്റെഡ് ഓഫ് ട്രാൻസ്ലേറ്റിംഗ് ഇൻ യുവർ ഹെഡ്. എനിക്കൊരു കാപ്പി കുടിച്ചാൽ കൊള്ളാം, അല്ലെങ്കിൽ എനിക്കൊരു കാപ്പി വേണം. ഇതിനെ ഞാൻ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന് പകരം ഓക്കെ എനിക്ക് ഐ എന്ത് വേണം, വാണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് നമുക്ക് ഇംഗ്ലീഷിൽ ചിന്തിക്കാം. ഐ വാണ്ട് എ കപ്പ് ഓഫ് കോഫി ഇൻസ്റ്റെഡ് ഓഫ് ട്രാൻസ്ലേറ്റിംഗ് ഇറ്റ്. ദിസ് ട്രെയിൻസ് യുവർ ബ്രെയിൻ ടു പ്രോസസ് ഇംഗ്ലീഷ് ഫാസ്റ്റർ. അപ്പോൾ ഇങ്ങനെ പ്രോസസ്സ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, നമ്മളൊരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് എൻവയോൺമെൻറ്റിൽ ആയിരിക്കണം അല്ലേ? അപ്പോൾ ഞാൻ വെറുതെ ഇംഗ്ലീഷിൽ ചിന്തിച്ചാൽ മതി ടു തിങ്ക് ഇൻ ഇംഗ്ലീഷ് എന്ന് പറയുന്നതിൽ കാര്യമില്ല. അപ്പോൾ നമ്മൾ പ്രാക്ടിക്കലായി ചിന്തിക്കുവാണെങ്കിൽ സാധാരണഗതിയിൽ നമ്മൾ മലയാളം അല്ലെങ്കിൽ നമ്മുടെ മദർ ടങ്ക് എങ്ങനെ പഠിക്കുന്നത്, ഹവ് യു ലേൺ യുവർ മദർ ടങ്ക് എങ്ങനെ പഠിക്കുന്നത്, നമ്മൾ കേട്ട് അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്ത് പഠിക്കും അല്ലേ? സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പല സ്ഥലങ്ങളിൽ, ഇപ്പോൾ നമ്മളൊരു ഷോപ്പിൽ പോകുമ്പോൾ, നമ്മുടെ ഫ്രണ്ട്സ് സംസാരിക്കുമ്പോൾ, ടീച്ചേഴ്സ് സംസാരിക്കുമ്പോൾ, നമ്മുടെ പേരൻസ് സംസാരിക്കുന്നത്, ഇറ്റ്സ് ഓൾ അബൌട്ട് ഒരു ഒബ്സർവേഷൻ. നമ്മൾ ആ കാണുന്നതിൽ നിന്നും കേൾക്കുന്നതിൽ നിന്നും ഒക്കെ എന്ത് ചെയ്യാണ്, വി അക്വയർ നോളജ്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത്രയും വാക്കുകൾ നമുക്കുണ്ടായേ അല്ലേ? അത്രയും നമുക്ക് വാക്കുകളുടെ ഒരു സമ്പത്ത് ഉണ്ടാവുന്ന അങ്ങനെയാണ്, ഒരു വൊക്കാബുലറി ബാങ്ക് ഉണ്ടാവുന്ന അങ്ങനെയാണ്. അപ്പോൾ അതേസമയം അതുപോലെ തന്നെയാണ് വേറൊരു ലാംഗ്വേജും. നമ്മൾ അതിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ എന്ത് ചെയ്യാൻ പറ്റും, ചിന്തിക്കുന്നതും നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുന്നത് ആ ലാംഗ്വേജിലായിരിക്കും. ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് സീരീസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ഇംഗ്ലീഷ് മൂവീസ് കണ്ടിന്യൂസ്ലി കാണുമ്പോഴൊക്കെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ലാംഗ്വേജ് അതായിരിക്കും. ഈവൻ ദോ നമ്മൾ മലയാളികളാണ് അല്ലെങ്കിൽ നമ്മൾ ഏത് ലാംഗ്വേജിലുള്ള ആൾക്കാരാണെങ്കിലും
ഫസ്റ്റ്ലി നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത് എന്തിലായിരിക്കും? ഇംഗ്ലീഷിലായിരിക്കും. സോ യു ക്യാൻ ഡു ഇറ്റ് ആസ് വെൽ. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ പറയുന്നത് വെറുതെ ആണെന്ന് വിചാരിക്കേണ്ട, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാ ദിവസവും ഒരു ഹാഫ് ആൻ അവർ നമ്മൾ അല്ലെങ്കിൽ ഒരു 1 hour നിങ്ങൾ എന്തായാലും നിങ്ങൾ ഈ പറയുന്ന പോലെ എല്ലാവരും സോഷ്യൽ മീഡിയയിലൊക്കെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് യു ക്യാൻ ജസ്റ്റ് ലിസൺ ടു എ പോഡ്കാസ്റ്റ് ചെയ്തർ. അതല്ലെന്നുണ്ടെങ്കിൽ ഒരു മൂവിയോ, ഒരു ഇംഗ്ലീഷ് മൂവി, അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ഇംഗ്ലീഷ് സീരീസോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു എപ്പിസോഡ് വെച്ചിട്ടെങ്കിലും കാണാം. ആ ഒരു എൻവയോൺമെൻറ്റിലിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യും? ഇംഗ്ലീഷിൽ സംസാരിക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് ചിന്തിക്കുന്നതെങ്കിലും ഇംഗ്ലീഷിലാവും. ഈവൻ ദോ യു ആർ റീഡിങ് സബ് ടൈറ്റിൽസ്, എന്നാൽ പോലും നമുക്കതിനൊരു വലിയ വ്യത്യാസം വരും. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് യുവർ ഒബ്സർവേഷൻ. അപ്പോൾ നമുക്ക് പതുക്കെ ഗ്രാജുവലി എന്ത് ചെയ്യാൻ പറ്റും? യു ക്യാൻ ഓൾസോ തിങ്ക് ഇൻ ഇംഗ്ലീഷ്. അപ്പോൾ ദാറ്റ് ഈസ് എ ഫസ്റ്റ് സ്ട്രാറ്റജി, തിങ്ക് ഇൻ ഇംഗ്ലീഷ്. All right, so moving to the next one. The second one, immerse yourself in English. ഇത് ഞാൻ ആദ്യം പറഞ്ഞതുമായിട്ട് റിലേറ്റബിൾ ആയിട്ട് തന്നെയുള്ളത്. സറൗണ്ട് യുവർ സെൽഫ് വിത്ത് ഇംഗ്ലീഷ് ആസ് മച്ച് ആസ് പോസിബിൾ. വാച്ച് മൂവീസ്, ലിസൺ ടു പോഡ്കാസ്റ്റ് ഓർ ഫോളോ യൂട്യൂബ് ചാനൽസ് ഇൻ ഇംഗ്ലീഷ്. The more you listen, the more natural the language will feel. ഇപ്പം ഞാൻ മുന്നേ പറഞ്ഞ പോലെ കൂടുതൽ കേൾക്കുമ്പോൾ, നമ്മൾ കൂടുതൽ ആ സറൗണ്ടിങ്ങിലായിരിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ അത് സ്വാഭാവികമായിട്ട് തോന്നും. അല്ലെങ്കിൽ ഇതൊരു ഏലിയൻ പോലെ തോന്നത്തില്ല. നമുക്ക് കുറച്ചും കൂടി നമുക്ക് ഓക്കെ, നമ്മൾ എല്ലാ ദിവസവും കേൾക്കുന്നൊരു ഭാഷയാണ്, നമുക്കിത് കുറച്ചും കൂടി എന്ത് ചെയ്യാൻ പറ്റും? പ്രോസസ്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇമ്മേഴ്സ് യുവർ സെൽഫ് ഇൻ ഇംഗ്ലീഷ്. നെക്സ്റ്റ് വൺ ഈസ് ഒബിയസ്ലി പ്രാക്ടീസ് സ്പീക്കിംഗ് ഡെയിലി. എല്ലാ ദിവസവും ഇംഗ്ലീഷിൽ സംസാരിക്കുക. അതിപ്പോൾ 10 മിനിറ്റ് ആണെങ്കിലും ഒരു ഫ്രണ്ടിനോടോ അതല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് റെക്കോർഡ് ചെയ്യോ ഇനി കണ്ണാടിയോട് നോക്കിയോ ഒക്കെ എന്ത് ചെയ്യുക? സംസാരിക്കുക. ഓക്കെ, സോ ഒബിയസ്ലി വാട്ട് ഇറ്റ് ഈസ്, സ്പീക്ക് ഇംഗ്ലീഷ് എവറി ഡേ, ഈവൻ ഇഫ് ഇറ്റ്സ് ജസ്റ്റ് ഫോർ 10 minutes. ടോക്ക് ടു എ ഫ്രണ്ട്, റെക്കോർഡ് യുവർ സെൽഫ് ഓർ ഈവൻ സ്പീക്ക് ടു എ മിറർ. ദ കീ ഈസ് consistency. Okay, the key is consistency. So practice speaking regularly. This will definitely improve your fluency. Even though അത് തെറ്റായിക്കോട്ടെ, ഓക്കെ ഇത് ശരിയാവണം, ഫുൾ കറക്റ്റ് ആവണം, ഞാൻ പറയുന്നതൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം, അങ്ങനെ ഒരു നിർബന്ധവും ഇല്ല. തെറ്റിക്കോട്ടെ, nobody is going to judge you. If you are speaking in front of a mirror, nobody is there to judge you, right? You are the only one who is listening to you. So do it wholeheartedly every day for 10 minutes. That is more than enough to improve your fluency. Fourth one, write regularly. Writing helps you organize your thoughts and improves your vocabulary. എല്ലാ ദിവസവും നമ്മൾ ഒരു പാരഗ്രാഫ് ആണെങ്കിലും എഴുതുന്നത് നമ്മുടെ ചിന്തകൾ ക്രമീകരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഒരു വൊക്കാബുലറി ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. സോ എല്ലാ ദിവസവും നിങ്ങൾ കഥ എഴുതണം, കവിത എഴുതണം, അല്ലെങ്കിൽ എസ്സേ എഴുതണം എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ബട്ട് പ്രാക്ടിക്കലി നമുക്ക് എന്ത് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ റൈറ്റ് എ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ. ഓക്കെ, യു ക്യാൻ കീപ്പ് എ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ വിത്ത് യു. സോ എല്ലാ ദിവസവും എന്ത് ചെയ്യാം? യു ക്യാൻ റൈറ്റ് സംതിങ് ദറ്റ് യു ആർ ഗ്രേറ്റ്ഫുൾ ഫോർ ദ ഡേ. ആ ദിവസത്തിൽ നിങ്ങൾ ഏറ്റവും ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള 1, 2, 3 കാര്യങ്ങളെക്കുറിച്ച് എഴുതാം. So it will improve your vocabulary and it will help you to organize your thoughts. At the same time, you'll feel so happy and content within yourself, so that it can build your confidence. It can actually boost your confidence with time. Okay, so that is one of the strategies that you can do. You can just write a paragraph, or you can even write a quote and post it on the social media platform in English. Then that is a great way to practice. Fifth one, don't fear mistakes. Mistakes are actually a part of our learning process, right? Don't be afraid to speak because you might make mistakes. Every mistake is a step toward improvement. സോ നമ്മളിപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ അത് തെറ്റാണോ ശരിയാണോ, അയ്യോ തെറ്റിപ്പോകുമോ എന്നോർത്ത് പേടിച്ചിരിക്കുമ്പോൾ നമ്മൾ ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ടെടുത്ത് വെക്കുന്നില്ല, ഒരു സ്റ്റെപ്പ് പോലും നമ്മൾ പ്രോഗ്രസ്സിലേക്ക് എത്തുന്നില്ല. ഇത് തെറ്റായിക്കോട്ടെ എന്ന് വിചാരിച്ച് തന്നെ നമ്മൾ ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യും? വി സ്റ്റാർട്ടഡ് ടു ഗെറ്റ് സക്സസ്ഫുൾ. അപ്പം സക്സസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പെർഫെക്ഷൻ, ഫ്ലുവൻസി എന്നൊന്നും പറയുന്നത് നമ്മൾ പേടിച്ചിരുന്നു കഴിഞ്ഞാൽ, നമ്മുടെ തെറ്റുകളെ നമ്മൾ പേടിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു
ഓപ്പർച്യൂണിറ്റി നമുക്ക് വരില്ല, നമുക്കൊരു ഗ്രോത്തും ഉണ്ടാവില്ല. സോ മേക്ക് ഷുവർ യു ഡോണ്ട് ഫിയർ യുവർ മിസ്റ്റേക്സ്. ഓക്കെ, so there you have it, 5 practical ways to improve your English fluency. Remember, consistency is the key. Start small and stay consistent. You'll see amazing results. If you found this video helpful, don't forget to like, share and subscribe to Think in English for more tips. See you in the next video and bye from Ardra.